ജ്യോത്സ്യവും കൈരേഖ നോക്കുന്നതും രാശി പറയുന്നതും ഇത് ഇസ്ലാമികമായി ചിന്തിക്കുമ്പോൾ കുഫറിലേക്ക് പോകാൻ കാരണമാണ്. വിശ്വസിച്ചാല്, ഇനി ഒരാൾ വിശ്വസിക്കാതെ വെറുതെ വായിച്ചു, നക്ഷത്രവാരഫലം പത്രത്തിലോ മാഗസീനിലോ അല്ല ടിവിയിലോ വന്നപ്പോഴും നോക്കി, വെറുതെ നോക്കാം. ഒരു ആളോട് വെറുതെ കൈ കൊടുത്തൊന്ന് നോക്കിക്കാണെ, പിന്നെ ജ്യോത്സ്യനെ നിങ്ങൾ നോക്കി എന്താ എന്റെ അവസ്ഥ, 60 കൊല്ലം ജീവിക്കോ, 80 ഉണ്ടോ 90 ഉണ്ടോ, വെറുതെ ഒരു വിശ്വസിക്കാനൊന്നും പോയതല്ല, വെറുതെ കളിയാക്കാൻ വേണ്ടി പോയതാ. വെറുതെ ചെന്നാൽ 40 ദിവസത്തവരുടെ നിസ്കാരം ക്രോസ് സ്വീകരിക്കൂല, അള്ളാഹു സ്വീകരിക്കൂല. 40 ലം തുഖ്ബൽ ലഹു സ്വലാത്തു 40 യൗം. ഇത് ഗൗരവമുള്ള വിഷയമാണ്. പെണ്ണുങ്ങളെ, ആണുങ്ങളെ, ചെറുപ്പക്കാരെ, കുട്ടികളെ, ജ്യോത്സ്യവും ഹോറോസ്കോപ്പ് അല്ലെങ്കിൽ അസ്ട്രോളജി, അസ്ട്രോണമി നല്ലതാ, അത് വാനശാസ്ത്രമാണ്. പക്ഷെ അസ്ട്രോളജി അത് രാശിയും അതും ഇതും പറഞ്ഞ് ഇന്ന രാശിയിൽ ജനിച്ചപ്പോൾ ആ നക്ഷത്രത്തിന് നിന്റെ മേൽ അധികാരമുണ്ട്. കോടാനുകോടി നക്ഷത്രങ്ങളുണ്ട്. ഈ കിടക്കുന്ന ആൾക്കാരുടെ ആരാണ് ഇപ്പൊ മമ്മൂട്ടി, ആ ജനിച്ച ആള്, അയാളെ തലയിലേക്ക് ആ നക്ഷത്രം കണക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പൊ അതിന്റെ അർത്ഥം? ഇത് വിശ്വസിക്കാനും ലോകത്ത് ആൾക്കാരുണ്ട് കേട്ടാ. എത്ര ആൾക്കാരുണ്ട് അങ്ങനെ വിശ്വസിക്കുന്നവര്? ഭൂമിയിലൂടെ നടക്കുന്ന ഈ മനുഷ്യൻ എവിടെയൊക്കെ നടക്കും, അതൊക്കെ ആ നക്ഷത്രം ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നക്ഷത്രത്തിനും ഇയാൾ തമ്മിൽ കണക്ഷൻ ഉണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്.